ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത്, അവർക്ക് എന്താണ് ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. വീഡിയോ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഈ ഒരു സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത്, സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത്. മാസ്റ്റർ കാർഡ് ഹിയർ ഈസ് ഡോർ ടു വാല്യൂ. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്നും കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വ്യക്തി ഉള്ളതായിട്ട് തന്നെയാണ് കൂടുതൽ പേർക്കും അങ്ങനെയുള്ള എനർജീസാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവർ ആശങ്കപ്പെടുന്നത് നിങ്ങൾ അവരെ വിട്ടു പോയേക്കുമോ എന്നുള്ളതാണ് അവരുണ്ടായിരിക്കുന്നത്. അതായത് അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് അവർക്കും നിങ്ങൾക്കും ഇടയിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയിരിക്കുന്നതിന് കാരണമായിരിക്കുന്നത്. ആൻഡ് യെസ്, കുറച്ച് പേർക്കെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയാണെന്ന് റിപ്പീറ്റായിട്ട് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. എന്താണ് ഇതിനൊരു സൊല്യൂഷൻ അവർ കണ്ടെത്തേണ്ടത് എന്നുള്ളത്. അതായത് അവർക്ക് ഡയറക്റ്റായിട്ട് ഇതിനെ ഒപ്പോസ് ചെയ്ത് വരാനോ അല്ലെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യാനോ കഴിയാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. ആൻഡ് യെസ്, എന്ത് സാഹചര്യം വന്നാലും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഒരിക്കലും അവർക്ക് വിട്ടു പോകാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ്. അത്രത്തോളം അവർ നിങ്ങളുമായിട്ട് മെൻ്റലി കണക്റ്റഡ് ആണെന്നാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഡിസ്റ്റൻസിൽ നിൽക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും അവർ ചെയ്യുന്നില്ല എങ്കിൽ പോലും അവരുടെ റിയൽ ഫേസ് അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് അവരെത്രത്തോളം ആഴത്തിലാണ് നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷനെ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ നിമിഷവും അവർ എത്രത്തോളമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള അവരുടെ ആ ഒരു ഫീലിങ്സ് എല്ലാം തന്നെ അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. യെസ്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് തന്നെ ഒരു ഹീലിംഗ് ആയിട്ട് അവർ ആഗ്രഹിച്ചുകൊണ്ട് അവർ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം. ഒത്തിരി കാര്യങ്ങൾ അവർ മെൻ്റലി ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണ് എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഡിപ്രഷനിലേക്കൊക്കെ അവർ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. യെസ്, അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു തടസ്സം മാറിക്കിട്ടുമെന്നുള്ളത് നമുക്ക് മാസ്റ്റർ കാർഡിലൂടെ വ്യക്തമാണ്. അതായത് ആ ഒരു ഡോറ് നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അതായത് നിങ്ങളുടെ ശരിക്കുള്ള വാല്യൂ ഈ വ്യക്തി മനസ്സിലാക്കുകയും അവർക്ക് അതിലേക്കുള്ളൊരു പാത്ത് അവരായിട്ട് തന്നെ ചൂസ് ചെയ്യാനുള്ള അവസരം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഫ്യൂച്ചർ എനർജി ആയിട്ട് നമുക്ക് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കി തരുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഐ ലവ് യുവർ വോയിസ്, ഐ ക്യാൻ ടോക്ക് വിത്ത് യു ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ വ്യക്തി അത്രത്തോളം ആഴത്തിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വോയിസ് ഇങ്ങനെ കേട്ടിരിക്കാൻ അവർ ഒരുപാട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഡേ ആൻഡ് നൈറ്റ് നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടാവാൻ, ഒരുമിച്ച് സംസാരിച്ചിരിക്കാനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നൊരു സമയമാണ്. വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. നിങ്ങളുടെ ഒരു മറുപടിക്കായിട്ട് അവർ കാത്തിരിക്കുകയാണ്. ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് അവർ
നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഐ ആം ദ ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ ആം വിത്ത് യു. ഓക്കെ, നിങ്ങളുമായിട്ട് ഒന്നിച്ചിരിക്കുന്ന സമയത്താണ് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത് എന്നവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാനായിട്ട് അത്രത്തോളം ആഴത്തിൽ ആഗ്രഹിക്കുന്നത്. ഇമോഷണൽ ബാഗേജ്. ഓക്കെ, മൈ ഹാർട്ട് ഈസ് ടയർഡ് ഓഫ് ഗെറ്റിംഗ് ഹർട്ട്, ഐ നീഡ് സ്പേസ്. ഓക്കെ, അവർ അത്രത്തോളം തകർന്നിരിക്കുകയാണ്, ഇമോഷണലി അവർ ഡൗണായി പോകുന്നൊരു സമയമാണ്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ അത്രമാത്രമാണ് വേദനിപ്പിക്കുന്നത് എന്നാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത്. ആൻഡ് ഇഫ് യു ട്രൂലി ലവ് മീ യു വിൽ വെയിറ്റ് ഫോർ മീ, ഐ വിൽ ബി ബാക്ക്. നിങ്ങൾ അവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളൊരു പ്രോമിസ് ഈ ഒരു സമയത്ത് അവർ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഐ ലവ് യു സോ മച്ച്, വൈ ഡിഡ് യു ബ്രേക്ക് മൈ ഹാർട്ട്. ഓക്കെ, നിങ്ങളെ അവർ അത്രത്തോളം ആഴത്തിലാണ് പ്രണയിച്ചിരുന്നത്, പക്ഷേ എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയത്തെ നിങ്ങൾ തകർത്ത് കളഞ്ഞത്? അതായത് അത്രത്തോളം അവരെ നിങ്ങൾ വേദനിപ്പിച്ചു എന്നുള്ളതാണ് അവരിപ്പോൾ പറയുന്നത്. അതായത് ഈ സെപ്പറേഷനാണ് അവരെ ഇത്രയും ആകമാനം ഒരു തകർച്ചയിൽ എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ഹൃദയം കീറി മുറിക്കുന്ന പോലുള്ളൊരു വേദനയാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുകയാണ്. ഐ എം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. ഓക്കെ, നിങ്ങളെയും അവർ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ചെയ്ത പ്രവൃത്തികളോ അവർ പറഞ്ഞ വാക്കുകളോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് കുറിച്ച് ഓർത്ത് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളോട് അവർ സോറി പറയുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, and finally deeply hurt. Okay, you not only broke my trust but also me. Okay, നിങ്ങൾക്കിടയിൽ പലപ്പോഴും ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ടാവാം. അത്രത്തോളം വേദന അവർ അതിൻ്റെ പേരിൽ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്രയും അവർക്ക് ആ ഒരു അവരുടെ ഉള്ളിൽ തട്ടിയിട്ടുള്ളൊരു വേദന അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇത് ഒരുപാട് പേർക്ക് റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്കിടയിൽ ഉണ്ടായ സംഭാഷണത്തിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്നുണ്ടായുള്ളൊരു വാക്ക് അവരെ വേദനിപ്പിച്ചതോ അവരിൽ നിന്നുണ്ടായ ഒരു വാക്ക് നിങ്ങളെ വേദനിപ്പിച്ചതോ ആയിരിക്കാം. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പെയിൻ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളുടെ രണ്ടുപേരുടെ ആരുടെയോ ഒരു എനർജിയാണിത് നിങ്ങളെ പരസ്പരം വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ അത്രയും ഡീപ്പായിട്ട് വേദനിപ്പിച്ച ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അത് അത്രത്തോളം ഡീപ്ലി അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, മെഡിക്കൽ ഫീൽഡാണ് ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത്. ഈ പേഴ്സണോ നിങ്ങളോ മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ആയിരിക്കാം. ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ളവരാണ്. വൈറ്റ് ബട്ടർഫ്ലൈസിനെ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ജെമിനി സോഡിയാക് സൈനിലുള്ള വ്യക്തികളുണ്ട്. ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. 28 ലെറ്റർ ജി. സോഷ്യൽ വർക്കർ ആയിരിക്കാം അവരോ നിങ്ങളോ. നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. നെക്സ്റ്റ് 72 hours ഒരു പോസിബിലിറ്റി ആയിട്ട് എടുക്കാം. നമ്പർ 8 കാപ്രിക്കോൺ സോഡിയാക് സൈൻ. ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റർ എസ് ആൻഡ് നമ്പർ 22 ലെറ്റർ ബി, ലെറ്റർ കെ, ലെറ്റർ ടി. 2 days ഒരു പോസിബിലിറ്റിയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ലെറ്റർ ജെ. 32 മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം. സ്മൈൽ, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ പുഞ്ചിരിക്ക് എന്തോ ഒരു പ്രത്യേകത അവരിൽ അല്ലെങ്കിൽ നിങ്ങളിൽ അവർ കാണുന്നുണ്ട്. ലെറ്റർ ബി, ലെറ്റർ എച്ച്, ലെറ്റർ ഐ. ബ്ലൂ കളർ ഇഷ്ടമുള്ളവരുണ്ട്. ഓക്കെ, ഗവൺമെൻറ് സർവീസ്, ഗവൺമെൻറ് ജോലിയുള്ള വ്യക്തികളുണ്ട്. ജൂലൈ മന്ത്. ഓക്കെ, ഗോൾഡൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട്. 29 നമ്പർ 7. ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട്. 21 ജനുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ 48 hours. ഓക്കെ, ഒരു 48 hoursനുള്ളിൽ തന്നെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. നമ്പർ 13 ആൻഡ് വിത്തിൻ 2 days. ഓക്കെ, ഒരുപാട് പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. 111 ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ളവരുണ്ട്. നമ്പർ 6 കിട്ടിയിട്ടുണ്ട്. 37 ലെറ്റർ എസ് ആൻഡ് ഫൈനലി ലെറ്റർ ഐ.
ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസൊനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസൊനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.